ഹലോ, ക്യൂൻ ഓഫ് ലവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ സുഖമാണ്, സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു കേട്ടോ. ഈ ഒരു ഭാഗമൊക്കെ ഷിജോയുടെ അതായത് ഭീമനടി കാസർഗോഡ് ഭാഗമാണ് കേട്ടോ. കാസർഗോഡ് ഭീമനടി ഭാഗമാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി മൂന്നാമത്തെ ദിവസം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയേക്കുവാണ് കേട്ടോ. പുറത്തിറങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഗുൽബർഗയിലായിരുന്ന സമയത്ത് മൊബൈലിൽ ഒരു നല്ലൊരു അടിപൊളി സ്ഥലം ഇങ്ങനെ കണ്ണൂരുണ്ട്. അപ്പം ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചു എന്തായാലും നാട്ടിൽ വരുമ്പോൾ അവിടെ പോയി ഒന്ന് കാണണം, പിള്ളേർക്കൊക്കെ നല്ല എൻ്റർടൈൻമെൻറ്റായ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ ട്രാവലേ ഉള്ളൂ വണ്ടിക്ക്, നമ്മുടെ സ്വന്തം വണ്ടിക്കാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്കത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത്. ഏതായാലും ഭക്ഷണമൊന്നും കഴിക്കാണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 12 മണി ഒക്കെ ആയപ്പോഴത്തേക്കും കേട്ടോ ഇറങ്ങിയത്. ഭക്ഷണം കഴിക്കുന്ന എവിടുന്നേലും കഴിക്കാമെന്ന് വിചാരിച്ച് ഉള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തു. നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ്റെ ഏകദേശം ഒരു 3 കിലോമീറ്റർ ഇപ്പുറത്ത് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് നടന്നു പോകുന്ന ആ ഒരു രംഗമാണ് കേട്ടോ. ഞങ്ങൾക്ക് മിക്കവാറും ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ തനി നാടൻ ഫുഡിനോടാണ് താല്പര്യം. അങ്ങനെ നോക്കി വന്ന് ഹോട്ടൽ നോക്കി വന്നപ്പോഴത്തേക്കും ഇതാ ഇതിനോട് ചേർന്ന്, അതായത് നമ്മൾ പോകേണ്ട സ്പോട്ടിനോട് ചേർന്നതിന് നല്ലൊരു വനിതാ ഹോട്ടൽ കണ്ടു. അവിടെ കയറി. അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ. തനി നാടൻ ചോറും ചെമ്മീനും ഞണ്ടും തേങ്ങ അരച്ച് വെച്ച കറിയും സാമ്പാറും പിന്നെ ചമ്മന്തി, നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. ഇപ്പോൾ പറയുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട്. സത്യം ഞങ്ങൾക്ക് അങ്ങനത്തെ ഭക്ഷണത്തിനാണ് കൂടുതൽ താല്പര്യം, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഉച്ച സമയത്ത് ഈ ഒരു ഊണിനോട് മാത്രം ഞങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കാറുള്ളൂ കേട്ടോ. മറ്റ് ബിരിയാണി ഐറ്റംസ് ഒന്നും മേടിച്ച് കഴിക്കാറില്ല. പിന്നെ സറായിക്കും ചേട്ടനും ഇഷ്ടമുള്ളത് മേടിച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ ചോറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവരും അത് നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു. നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ. ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ ഇങ്ങനെയാണ്. അതായത് നമ്മൾ പോകുന്ന സ്പോട്ടിന് ഫ്രണ്ടിൽ കടലാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ബീച്ചിൽ പോകണമെന്ന് സെറ ആഗ്രഹിച്ചിരുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് 2 കാര്യങ്ങൾ സാധിച്ചു. ബീച്ചിലും പോകാൻ പറ്റി, ഇവിടെ ഈ ഒരു സ്ഥലത്തും പോകാൻ പറ്റി കേട്ടോ. ഒരുപാട് ഭംഗി തോന്നിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തു. അപ്പം ഞങ്ങൾ പോകാൻ വന്ന സ്ഥലം ഇതാണ് കേട്ടോ, പെറ്റ് സ്റ്റേഷൻ. ഇവിടെയാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഈ പെറ്റ് സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് കടൽ. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുക്കണം. ചാർജ് അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ, എന്നാലും കാണാനുണ്ട് ഒരുപാട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഷിജോ പോയി ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് എടുക്കുന്ന സമയം നോക്കി ഞങ്ങൾ അവിടെയൊക്കെ അങ്ങോട്ടും നോക്കി നിന്നു കേട്ടോ. നമുക്ക് ഇപ്പോൾ പെറ്റ് സ്റ്റേഷനേക്കാളും കുളിർമ തോന്നിയത് കടൽ കണ്ടപ്പോഴാണ് കേട്ടോ. അടിപൊളി, എന്തോ ഞങ്ങൾക്ക് ബീച്ചിനോട് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഇതാ ഉള്ളോട്ട് കയറി പാടെ നമ്മുടെ പിള്ളേർ ആനേനെ കണ്ടപ്പോഴത്തേക്കും അതിൻ്റെ അടുത്തോട്ട് പോയി കുറച്ച് നേരം കളിച്ചു. ഇതാണ് കേട്ടോ പെറ്റ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അടിപൊളി മീനിനെ നമുക്ക് ഇഷ്ടത്തിന് ഭക്ഷണമൊക്കെ മേടിക്കാം. ഇവിടുന്ന് ഭക്ഷണമൊക്കെ തരും കേട്ടോ. അതെല്ലാം മേടിച്ച് നമുക്ക് അവന്റെ മോഹം കാണാനില്ല.
ഒഴിവാക്കാനാ. അങ്ങനെ മീനിനെയൊക്കെ ഭക്ഷണം കൊടുത്ത ശേഷം അതിനോട് തൊട്ട് ഫ്രണ്ടിൽ തന്നെയായിട്ട് വലിയൊരു ആനയുടെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു കേട്ടോ. കണ്ട ഒറിജിനൽ ആനയാന്നൊക്കെ തോന്നും. അപ്പം അതിൻ്റെ അടുത്ത് പോയിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിള്ളേരാണെങ്കിൽ അതിന് തുമ്പിക്കൈയിലൊക്കെ തൊട്ട് നോക്കി കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലോട്ട് കിടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പമാണ് മനോഹരമായ കാഴ്ചകൾ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, കണ്ട് ആസ്വദിക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അണ്ണാൻ്റെ കളിയൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ അണ്ണാൻ്റെ ഒരു കളിയാണ് കേട്ടോ.
അപ്പം എങ്ങനെയുണ്ട് വീഡിയോ മൊത്തമായിട്ട് കണ്ടവർക്ക് ചിലപ്പം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തൊട്ട് ഫ്രണ്ടിലുള്ള കടലിൻ്റെ ഓരത്തോട്ട് പോയി കേട്ടോ. സെറായിക്കാണെങ്കിൽ ഈ ഷെൽസൊക്കെ പറക്കിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതങ്ങനെ പറക്കിയെടുത്ത് കൂട്ടി സ്റ്റോർ ചെയ്ത സ്വഭാവമുണ്ട്. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് ഒരു 10-15 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. കടലിൻ്റെ ഓരം ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പുറത്തുനിന്ന് ഇതെല്ലാം, അതായത് നമ്മുടെ പെറ്റ് സ്റ്റേഷനിൽ നിന്ന് അവിടെ എല്ലാവരും കണ്ടിറങ്ങിയ ശേഷം നേരെ ഈ ഒരു ഭാഗത്തോട്ട് വരും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതുതായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മറ്റ് വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് കയറി കണ്ട ശേഷം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ബെല്ലൈക്കൺ അമർത്തിയേക്കണം കേട്ടോ. അപ്പം മറ്റ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അതുവരേക്കും ഒരുപാട് നന്ദി. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ ദെൻ ബൈ.